കണ്ണുകളടച്ച് കൈകൾ കൂപ്പി കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. കൈകൾ ഒതുക്കി വെച്ചുകൊണ്ട് മാതാവിൻ്റെ മാധ്യസ്ഥ ഈശോൻ്റെ സന്നിധിയിലേക്ക് വരാനിടയാക്കിയ ഇന്നത്തെ ദിവസത്തെ ഓർത്തുകൊണ്ട് മനസ്സുകൊണ്ട് നന്ദി പറയുക. മലമൂത്രങ്ങൾ അറിയാതെ പോകുന്ന രോഗിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. ആ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്ന 67 വയസ്സിനും 57 വയസ്സിനും ഇടയ്ക്കാണ് ആ രോഗിയുടെ പ്രായം. കർത്താവ് വ്യക്തിയെ കിടക്കുമ്പോൾ വെറുതെ ആ വ്യക്തിക്ക് ബോധമില്ല, മലമൂത്രങ്ങൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ സങ്കടമാണ് ആ കുടുംബത്തിന്. കർത്താവ് അത് ഏറ്റെടുക്കുന്ന ആളെ കാണിക്കുന്നുണ്ട്. കൊല്ലണമെന്ന് അതല്ലെങ്കിൽ ഒരു തരം കിട്ടിയ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പാര വെക്കണമെന്ന് പറഞ്ഞ് അമ്പ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സംഭവമാണ്. കർത്താവ് വില്ല് മറച്ചു വയ്ക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള നിന്റെ മനസ്സ്, നിന്നെ ഉപദ്രവിച്ചവരെ, നിന്നെ കൊച്ചാക്കിയൊരു താത്തിക്കെട്ടിയവരെ തരം കിട്ടിയാൽ അവരോട് അതേ രീതി നാണയത്തിൽ തന്നെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല, അതുകൊണ്ട് ആ വെള്ളം വാങ്ങിവെക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്നു. അത് നടപ്പിൽ വരുത്തുക. കർത്താവ് തീർച്ചയായിട്ടും എൻ്റെ വൈരാഗ്യബോധത്തെയും പകയെയും ഞാൻ എടുത്തു മാറ്റുന്നു. പകരം സ്നേഹവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും കൊണ്ട് എന്നെ നിറക്കണമെന്ന് ആ വ്യക്തികൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. തോളിനും കഴുത്തിനും ഇടയ്ക്ക്, കണ്ണിനും നമ്മുടെ ഈ ആംഗിളിൽ എവിടെയോ ഒരു മുഴയുണ്ട്. അതായത് ചെവിക്കും തോളിനും ഇടയ്ക്ക് ചെവിയുടെ താഴെ കാണുന്ന മുഴകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊലി മാറി മാറി വരികയും തലം മസിലിൻ്റെ ഭാഗം മാംസം ശോഷിച്ചു വരികയും എല്ലുന്തി വരികയും എല്ലിന് ക്രമാതീതമായ വളർച്ച പ്രാപിക്കുകയും എല്ല് കുത്തുന്ന സ്ഥലങ്ങളിൽ വേദനിക്കുകയും ചെയ്യുന്ന എല്ലിനെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും കക്ഷത്ത് മാറാതെ വേദന, എപ്പോഴും രോഗങ്ങളിൽ മുഴകൾ പൊങ്ങി വരും, ചിലപ്പോൾ ചുട്ടിപ്പോകും. അത് സാധാരണമാണ്, സ്വഭാവികമാണ്, നീറിറങ്ങി വീഴാണ് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു മുഴയെ കർത്താവ് ഇപ്പൊ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ. നന്ദി പറയുന്നു. ഹല്ലേലൂയ. ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വീണ് പോയെന്ന് കരുതുന്നു. ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേര് വീണ് പോയെന്ന് കരുതുന്നു. ഇനി മുന്നോട്ട് ഒന്നിനും ഞാനില്ല, മരിക്കും വരെ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിക്കാം, ഭക്ഷണം തന്നെ വേണമെന്നില്ല. ഡിപ്രഷൻ്റെ അവസാന രൂപമായി ജീവിതത്തെ അഭിമുഖീകരിച്ച് തോറ്റ്, അല്ലെങ്കിൽ അയാളെ തോപ്പിച്ചു. ദൈവം തോപ്പിക്കാതെ നിന്നെ ആർക്കും തോപ്പിക്കാൻ കഴിയത്തില്ലെന്ന് പരിശുദ്ധ അമ്മ പറയുന്നു. അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാം, പക്ഷേ അനുഭവങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കണം നിർബന്ധമില്ല. നമ്മളെ ആശ്വസിപ്പിക്കണം എന്തായിരിക്കും? പരിശുദ്ധാത്മാവായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആകണം. നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പഴയ ഫയലെടുത്ത് നമുക്ക് കാണിച്ചു തരും, നമ്മൾ ഓർപ്പിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നാണ് ഈശോയുടെ വാഗ്ദാനം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ നിലനിൽക്കാൻ എന്താ മാർഗം? എല്ലാവർക്കും വരുന്ന സംഭവങ്ങൾ അവർ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടല്ലോ, ഈ മൊബൈലൊക്കെ ആപ്ലിക്കേഷൻസ് ഇല്ലേ, അപ്പോൾ ഉണ്ടാവും. പക്ഷേ നമ്മൾ പറയും അത് ആക്ടിവേറ്റഡ് ആയിട്ടില്ലെന്ന് പറയും. രണ്ട് സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബട്ടൺ അമർത്തി ആക്ടിവേറ്റ് ആക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടാവും, അത് ആക്ടിവേറ്റ് മോഡിലായിരിക്കത്തില്ല. ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, പരിശുദ്ധാത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ, പ്രവർത്തനക്ഷമമാക്കണമെങ്കിൽ പ്രഥമ നടപടി എന്താണ്? പശ്ചാത്താപമാണ് അല്ലേ? പശ്ചാത്താപം. അപ്പം ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് സുവിശേഷത്തിലൂടെ പത്രോസ് നൽകുന്ന മറുപടി എന്താണ്? നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകണം അല്ലേ? നടപടിയെടുത്ത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38.
പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും കാത്തലിക്സിലല്ലേ ഇരിക്കുന്നത്, നോൺ ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അയ്യോ ഞങ്ങളെങ്ങനെ സ്നാനം സ്വീകരിക്കണമെന്ന്. സ്നാനം പലതരം ഉണ്ടല്ലേ. വെള്ളത്തിൽ ബാപ്റ്റിസം വിത്ത് വാട്ടറുണ്ട്, പിന്നെ ബാപ്റ്റിസം ബൈ ഫെയ്ത്ത് ഉണ്ട്. എല്ലാവർക്കും സ്വീകാര്യവും ലളിതവുമായ മാർഗം എന്താണ്? ബാപ്റ്റിസം ബൈ ഫെയ്ത്താണ്. യേശുക്രിസ്തുവാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തതെന്ന് വിശ്വസിച്ചാൽ വിശ്വാസ സ്നാനമായി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ, ആരാധന, മഹത്വം, ഒരാൾ വിശുദ്ധിയോടെ ജീവിക്കുന്നു, വിശ്വാസത്തോടെ ജീവിക്കുന്നു, രണ്ടും ഒന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വിശുദ്ധിയോടെ ജീവിക്കുന്നു എന്ന് പറയണതും വിശ്വാസത്തോടെ ജീവിക്കുന്നു എന്ന് പറയണതും ഒന്നാണ്. രണ്ടാകണമെങ്കിൽ എൻ്റെ അകത്ത് കാപട്യമുണ്ട്. പലർക്കും പറ്റുന്ന വിശ്വാസം, അതായത് ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും ചെയ്യും, അവർക്ക് വിശുദ്ധി ഉണ്ടാകുകയും ചെയ്യത്തില്ല. അത് പക്ഷേ ഇത് രണ്ടും കൂടി സിങ്ക് ആകുമ്പോഴാണ് ശരിക്കും ഈ പവർ ആക്ടിവേറ്റ് ആകണത്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ നമുക്ക് വിശ്വസിക്കാം, കേവലമായി വിശ്വസിക്കാം, ആക്ടിവേറ്റ് ആകണമെന്ന് നിർബന്ധമില്ല. കാര്യം യേശുക്രിസ്തു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. അത് ഇരുന്നാൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇത് ഡൈനാമിക്കായിട്ടിരിക്കണം. യേശുക്രിസ്തു ഒരേ സമയം തന്നെ വ്യക്തിയാണ്. എന്താ 1 Corinthians 1:24 വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, വിളിക്കപ്പെട്ടവർക്ക് യഹൂദർക്കോ വിജാതിയർക്കോ ആരായാലും കുഴപ്പമില്ല. അതായത് വിളിക്കപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്താൽ ആകർഷിക്കപ്പെട്ട ആൾക്കാരെയാണ് ഈ വിളിക്കപ്പെട്ടതെന്ന് പറയുന്നത്. അല്ലാതെ ദൈവം ഇങ്ങനെ ഓട്ടോറിക്ഷ മേക്കിങ് കെട്ടി വിളിച്ചുകൊണ്ട് നടക്കുകയല്ല. വിശ്വാസത്താൽ ആകർഷിക്കപ്പെടുന്നവരാണ് ആരാണ്? വിളിക്കപ്പെടുന്നവർ. അപ്പം വിളിക്കപ്പെട്ടവർക്ക് ആരാണ്? യേശുക്രിസ്തു ആരാണ്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമാണ്. അപ്പം ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവത്തിൻ്റെ പവറാണ്. ഇപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 തരത്തിലാണ് ദൈവത്തെ നമുക്ക് അനുഭവവേദ്യമാകണത്. ഒന്ന് വ്യക്തിയായിട്ടും രണ്ടാമത്തത് ശക്തിയായിട്ടും. ഒന്ന് വ്യക്തിയായിട്ടും രണ്ടാമത്തത് ശക്തിയായിട്ടും. ഇപ്പം ചില സമയത്ത് വ്യക്തിയും ശക്തിയും ഒരുമിച്ച് വരും. ഇപ്പം ചില സമയത്ത് നമ്മൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈ പ്രസംഗങ്ങളുണ്ട്. വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുതെന്ന് പറയത്തില്ലേ? എഫേസോസ് 4:30
രക്ഷയുടെ ദിനത്തിനു വേണ്ടി. എഫേസ്യസ് 4:30 ലേഖനമാണ് കേട്ടോ, പൗലോസ് അപ്പോസ്തലന്റെ. രക്ഷയുടെ ദിനത്തിനു വേണ്ടി, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വേദനിപ്പിക്കണ ഒരു വ്യക്തിയായാലല്ലേ വേദനിപ്പിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? ഇപ്പം ദൈവം വ്യക്തിയാണ് ശരിക്കും. ഇപ്പം വ്യക്തിയായിട്ട് ഇങ്ങനെ അതേസമയം അതാണ് വേദനിപ്പിക്കുന്നത് പറയണത്. എപ്പോഴാണ് വേദനിച്ച് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപങ്ങളിലേക്കൊക്കെ നമ്മൾ വീഴുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വേദനിക്കുകയും, വേദനിച്ച് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കണത് എന്താണ്? നിർവീര്യമായി പോവും, പവർ പോവും. ഡീപ് പവർ എന്ന് പറഞ്ഞില്ലേ, പവർ പോവും. 1 തെസ്സലോനിക്കർ 5:19 ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. അവിടെ എന്താ പറയണത്? നിർവീര്യം ആക്കരുത്, ഡീപ് പവർ ചെയ്യരുതെന്ന്. എന്താ? ആത്മാവ് ശക്തിയായത് കൊണ്ടാണ്, ആത്മാവ് ശക്തിയായത് കൊണ്ടാണ് നിങ്ങൾ ഡീപ് പവർ ചെയ്യരുതെന്ന് പറയണത്, നിർവീര്യമാക്കരുത്. അപ്പം ദൈവകൽപ്പനകൾക്കെതിരെ, അപ്പം ഡീപ് പവർ ചെയ്യാതിരിക്കാൻ വേണ്ടി, പവർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഉടമ്പടിയിലേക്ക് വരണത് നമ്മൾ. മനസ്സിലായില്ലേ? ആ ദൈവമായിട്ടുള്ള സ്നേഹം നിലനിൽക്കാൻ വേണ്ടി എപ്പോഴും ഈശോ പറയും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാവനാത്മാവേ ജീവനില്ലാത്ത ജീവിതത്തിന്മേ വീശിടുക. വീണ്ടും ശക്തി, വീണ്ടും ശക്തിയേകുക. പാവനായി ഒരുമിച്ച് പാടാം, എല്ലാവർക്കും പാടാം, കൈയടിച്ചിട്ട് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വാസത്താൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ആകർഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്. ഒന്നെന്താണ്? ദൈവം അടിസ്ഥാനപരമായിട്ട് ആരാണ്? ഒരു വ്യക്തിയാണ്. അതേസമയം തന്നെ ദൈവം സാരൂപ്യത്തിൽ വ്യക്തിയും സാരാംശത്തിൽ ശക്തിയുമാണ്. ഈ ശക്തി നമ്മളിലേക്ക്, നമ്മളെ സ്നേഹത്തിൽ നിലനിന്ന് കഴിയുമ്പോൾ ശക്തി ആവഹിക്കാൻ തുടങ്ങും. ഇതാണ് എൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന്, പ്രക്രിയ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഈശോ എപ്പോഴും പറയും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ. ഹല്ലേലൂയ. യോഹന്നാൻ 15:9-10 തിരുവചനങ്ങൾ. യോഹന്നാൻ 15-ാം അധ്യായം 9-10 തിരുവചനങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ, പറഞ്ഞ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് വലിയ അക്ഷരത്തിൽ DTP ചെയ്ത് നിങ്ങൾ ഉടമ്പടി എടുത്തവർ നിങ്ങളുടെ വീട്ടിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കണം.
എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈശോ എന്താ പറയുന്നത്? 15:9, യോഹന്നാൻ 15:9. അതായത് ഈ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള, ഈ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളെ ശക്തിയിലും നിലനിൽക്കാം. അതുകൊണ്ട് ഒരുമിച്ച് പോണ കാര്യങ്ങളാണത്. ഇപ്പോൾ നമ്മൾ 2 Corinthians 12:9 യേശുക്രിസ്തുവിൻ്റെ ശക്തി എന്നിലേക്ക് ആവസിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബലഹീനതയെ ഓർത്തുകൊണ്ട് സ്തുതിക്കുമെന്ന് പറയട്ടെ. ഇവിടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 2 Corinthians 12:9 ക്രിസ്തുവിന്റെ ശക്തി, പറഞ്ഞേ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ഇത് വളരെ ശ്രദ്ധയോടെയാണ് ഈ വാചകം കേൾക്കേണ്ടത്. എന്താ കാര്യം? എന്നിട്ട് പറഞ്ഞ 2 Corinthians 12:9 എന്താ പറഞ്ഞത്? ക്രിസ്തുവിന്റെ ശക്തി എന്നിലേക്ക് ആവസിക്കുന്നതിനായി. അപ്പോഴേ ക്രിസ്തുവിന്റെ നമ്മൾ കണ്ടത് എന്താണ്? അതായത് ദൈവം ഒരു വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. ഇനി വ്യക്തിയുമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഈശോ പറയും, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. അല്ലേ? എങ്ങനെയാണ് സ്നേഹത്തിൽ നിലനിൽക്കുന്നത്? ഉടമ്പടി പ്രകാരമേ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? വളരെ ശ്രദ്ധിക്കണം. ഒരു വ്യക്തിക്ക് ഉടമ്പടി പ്രകാരം മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ല, പ്രാർത്ഥനാ പ്രകാരം മാത്രം പറ്റത്തില്ല. നോമിനൽ ഫെയ്ത്തായിട്ട് പറ്റത്തില്ല. ഒരു കേവല വിശ്വാസിയായിട്ട് പറ്റത്തില്ല. ജ്ഞാനസ്നാനം ചെയ്തുകൊണ്ട് മാത്രം പറ്റത്തില്ല. എന്താ കാര്യം? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്. അപ്പോൾ ഉടമ്പടിയിലാണ്, ഈശോ ഉടമ്പടിയിലാണ്. മനസ്സിലായില്ലേ? ഞാൻ ആ 15:9 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈശോ ഉടമ്പടിയിലാണ്. എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച്, പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പൊ ഇതാണ് ഈ സ്നേഹത്തിൽ നിലനിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. 2ാമത് വിസ വെച്ചു. ഇത്തവണ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും എന്ന രീതിക്കിരുന്നു. ഒക്ടോബർ 26 എൻ്റെ മനസ്സമ്മതമായിരുന്നു. 26 മനസ്സമ്മതത്തിൻ്റെ അന്ന് പോലും ഞാൻ ഈ പള്ളിയിലെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വിസ കിട്ടണമെന്നാണ്. അപ്പോൾ എൻ്റെ വിഷയമായിരുന്നു എനിക്ക് വലുത്. അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ പറയുന്ന പോലെ വിഷയം ഭയങ്കര, ദൈവത്തെക്കാളും എനിക്ക് വലുത് വിഷയമായിരുന്നു. വിസ കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന മനസ്സമ്മതത്തിൻ്റെ അന്ന് പോലും. അങ്ങനെ മനസ്സമ്മതവും കല്യാണവും തമ്മിൽ 2 ദിവസത്തെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സമ്മതത്തിന് പിറ്റേന്ന് രാത്രി 10 മണിക്ക് എനിക്കൊരു മെയിൽ വന്നു, എഗെയിൻ റിജക്ഷനാണ്. അന്ന് പുലർച്ചെ 3 മണി വരെ ഞാൻ കിടന്ന് കരഞ്ഞു. ഈ വിസ വയ്ക്കുന്ന കാര്യം പൊതുവെ ബന്ധുക്കളോടോ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാനഡയുടെ കേസിൽ എപ്പോഴും റിജക്ഷൻ റേറ്റ് കൂടുതലാണെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിട്ടിയിട്ട് പറയാം എന്ന രീതിക്കാണ് ഞാനിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രഷറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ മാനസികപരമായി ഞാൻ തളർന്നു. കാരണം ഞാൻ ഒരു പ്ലാൻ ചെയ്ത് വെച്ചു. അതായത് ഞാനിങ്ങനെ കല്യാണം ഒക്ടോബറിൽ കഴിയുന്നു, ഡിസംബറിൽ ഞാൻ കയറി പോകുന്നു, ഹസ്ബൻഡിനെ ഞാൻ പിന്നെ കൊണ്ടുപോകാം, അങ്ങനെയൊക്കെ ഞാൻ കുറേ പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷെ കാര്യങ്ങളൊന്നും നടന്നില്ല. അതായത് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. ആ വചനമാണ് ശരിക്കും എനിക്ക് പറയാനായിട്ട് തോന്നുന്നത്. കാരണം ആ ഒക്ടോബർ 27 രാത്രി 10 മണിക്കുള്ള മെയിലും കൂടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി, ഇത് എനിക്കറിയില്ല, എൻ്റെ മെറിറ്റ് കൊണ്ട് ഇനി ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ ഭയങ്കര ബ്ലാങ്കായിപ്പോയി. ഇനി വിസ വെച്ച് ഇനി വിസ കിട്ടി വരാനായിട്ട് ജനുവരി പോക്ക് നടക്കത്തില്ല. അങ്ങനെ ഞാൻ നവംബർ 10 എൻ്റെ
മദർ ഇൻ ലോ പറഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത്. അങ്ങനെ വിവാഹത്തിന് ശേഷം 10ാമത്തെ ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നു. ഞാനാണ് ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് അതുവരെ കൃപാസനത്തിനെ പറ്റി അറിയത്തില്ലായിരുന്നു. ഞാനൊരു സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഇവിടെ ചെയ്യേണ്ടതോ എന്നുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. നവംബർ 10-ന് എൻ്റെ മദർ ഇൻ ലോ പറഞ്ഞു ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ നവംബർ 10, 2022 ഞാൻ ഉടമ്പടി എടുത്തതിൽ ഞാൻ ആദ്യം വെച്ച എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എനിക്കിനി മെയ് മാസമേ എനിക്കിനി പറ്റൂ. ജനുവരി പോയി, ഇനി മെയ് മാസത്തിലെ എനിക്കിനി ഓഫർ കിട്ടണം. മെയ് മാസത്തിൽ ഞാൻ പഠിക്കുന്ന കോളേജിൽ എനിക്ക് ഓഫർ കിട്ടണം. അപ്പോൾ ഏജൻസി എന്നോട് പറഞ്ഞായിരുന്നു മെയ് പ്രതീക്ഷിക്കേണ്ട, സെപ്റ്റംബർ ആകും ചിലപ്പോൾ കിട്ടാനായിട്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സെപ്റ്റംബർ ആയിപ്പോയാൽ ഞാൻ വെച്ച എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എക്സ്പയർ ആവും. കാരണം ഞാൻ ജൂൺ 6-ന് വെച്ച ഡോക്യുമെൻറ്റ്സ് ആണ്. അത് ഇനി അടുത്ത സെപ്റ്റംബർ 2023 എന്ന് പറയുമ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം എക്സ്പയർ ആവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് പിന്നെയും കയറി ഇറങ്ങിയ സ്ഥലങ്ങളിൽ കൂടി, നോട്ടറിയുടെ അടുത്താണെങ്കിലും CAയുടെ അടുത്താണെങ്കിലും ബാങ്കിലാണെങ്കിലും കയറി ഇറങ്ങിയ സ്ഥലങ്ങളിൽ കൂടി ഇനിയും കയറി ഇറങ്ങാൻ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വെച്ചു, മെയ് മാസത്തിൽ എനിക്ക് ഓഫർ കിട്ടണം മാതാവേന്ന് ഞാൻ വെച്ചു. എനിക്ക് നവംബർ 15-ാം തീയതി ഞാൻ ഇവിടുത്തെ യൂട്യൂബിൽ ചൊവ്വാഴ്ച ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു, മെയിലെ ക്യാഷിലേക്ക് ഓഫർ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ആദ്യത്തെ നിയോഗം അങ്ങനെ 5ാമത്തെ ദിവസം തന്നെ സാധിച്ചു. രണ്ടാമത് ഞാൻ വെച്ചത്, എനിക്കിങ്ങനെ എന്തുകൊണ്ടാണ് എപ്പോഴും റിജക്റ്റ് ആവുന്നത്, അതിൻ്റെ എക്സാക്റ്റ് റീസൺ എനിക്ക് അറിയണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിന് നമ്മൾ പറയുന്നത് കേപ്സ് നോട്ട് എന്നാണ്. ഈ കേപ്സ് നോട്ട് നമുക്ക് ഒരിക്കൽ റിജക്ഷൻ വന്നാൽ 3 മാസം അല്ലെങ്കിൽ ഒരു 2.5 മാസം, ഇതാണ് പൊതുവെ കാനഡയുടെ കേസിൽ എടുക്കുമ്പോൾ നമുക്ക് കേപ്സ് അറിയാനുള്ള ഒരു കാലതാമസം. ആ റീസൺ അറിഞ്ഞിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെയും ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാനങ്ങനെ രണ്ടാമത് വെച്ചു, എനിക്കിങ്ങനെ റിജക്റ്റ് ആവുന്നതിൻ്റെ റീസൺ എനിക്ക് അറിയണം. എനിക്കിനി എൻ്റെ ഭാഗത്തു നിന്ന് ഇനി വേറെ ഡോക്യുമെൻറ്റ്സ് ഒന്നും വെക്കാനില്ല, എല്ലാം കൊണ്ടും പ്രൊഫൈൽ ക്ലിയർ ആണ്, കോഴ്സ് മാറ്റേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാവരും പറയുന്നു എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ള ആർക്കും അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എക്സാക്റ്റ് റീസൺ അറിയണം മാതാവേ എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഇവിടെ ചെയ്യേണ്ട പല കാര്യങ്ങളെയും പറ്റിയിട്ടും വലിയ ബോധ്യമില്ലായിരുന്നു. അതായത് കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാനത് നവംബർ 10-ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട്. പതിയെ എനിക്ക് ബോധ്യങ്ങൾ കിട്ടി തുടങ്ങിയത്. പത്രം അതുപോലെ പള്ളിയിൽ വെക്കരുതെന്നൊക്കെയുള്ള അച്ഛൻ്റെ ധ്യാനമൊക്കെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു പള്ളിയിൽ കൊണ്ട് പത്രം വയ്ക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ. അങ്ങനെ നവംബർ 20-ാം തീയതി ഞാൻ മൂന്നാറിൽ ഹസ്ബൻഡുമായിട്ട് പോയപ്പോൾ അവിടെ ഒരു പള്ളി കണ്ടു. ആ പള്ളിയിൽ ചെന്നിട്ട് എൻ്റെ കയ്യിൽ അപ്പോഴും ഞാൻ ആ പത്രം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു പള്ളിയിൽ പത്രം വയ്ക്കാൻ പാടില്ല, അങ്ങനെയല്ല എല്ലാവർക്കും കൊടുക്കണമെന്നാണ്. പക്ഷേ എനിക്ക് ആ സമയത്ത് അറിവില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന്, ആദ്യമായിട്ട് പോകുന്നൊരു പള്ളിയാണ് മൂന്നാറിൽ, പള്ളിയിൽ ചെന്നു. ഈ പത്രം ഞാൻ അവിടെ അങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ കാറിൽ കയറിയപ്പോൾ എൻ്റെ ഫോണിലൊരു മെയിൽ വന്നു. എൻ്റെ കേപ്സ് നോട്ടായിരുന്നു അത് നവംബർ 20-നായിരുന്നു. അതായത് 10-ാം തീയതി ഉടമ്പടി എടുത്തു, 15-ന് മെയിലേക്ക് എനിക്ക് ഓഫർ കിട്ടി. 20-ാം തീയതി ഞാനതിൻ്റെ എക്സാക്റ്റ് കാരണം അറിഞ്ഞു. കാരണം എൻ്റെ SOP എഴുതിയിരിക്കുന്നത് വീക്കാണെന്നുള്ളതാണ്. പക്ഷേ റീസൺ വന്നത് ആദ്യത്തെ റിജക്ഷൻ്റെ റീസണാണ് എനിക്ക് അറിയേണ്ടത് എന്നാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത്. അത് തന്നെയാണ് വന്നത്. ആദ്യത്തെ റിജക്ഷൻ്റെ റീസൺ ഞാൻ അറിഞ്ഞു, വീക്കാണ് എൻ്റെ SOP എന്ന്. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നം, എൻ്റെ ആദ്യത്തെ റിജക്റ്റ് ചെയ്യാനുള്ള റീസൺ SOP ഒരു പക്ഷേ വീക്കായിരിക്കാം എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് SOP പരമാവധി സ്ട്രോങ് ആയിട്ടാണ് ഞാൻ രണ്ടാമത് വെച്ചത്. അപ്പോൾ രണ്ടാമത് റിജക്റ്റ് ആയതിൻ്റെ റീസണും കൂടി ഞാൻ അറിയണ്ടേ. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് ഞാൻ ഏജൻസി മാറി. ആ ചേച്ചി എന്നോട് പറഞ്ഞു, നമുക്കിനി രണ്ടാമത്തെ റിജക്ഷൻ്റെ റീസണും കൂടി അറിഞ്ഞിട്ട് വിസ വെക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി, ഓക്കെ, അല്ലാതെ എപ്പോഴും വിസ വെച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ പതിയെ സമയമെടുത്ത് എന്തായാലും ഈ 2 നിയോഗങ്ങളും നടന്നു, ഇനി ഇതും എന്തായാലും നടക്കും എന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ദുബായിക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഇവിടെ റിസൈൻ ചെയ്തു, വിസ കിട്ടും എന്നൊക്കെ വെച്ചിട്ട് സെപ്റ്റംബറിൽ ഞാൻ റിസൈൻ ചെയ്തു. ഒക്ടോബറിൽ വിവാഹം, ഒക്ടോബറിലായിരുന്നു രണ്ടാമത്തെ റിജക്ഷൻ. അപ്പം ഞാൻ ഇനി ഡിസംബറിൽ പോയിട്ട് ഇനി മെയ് വരെ ഞാൻ എന്ത് ചെയ്യും? ഒരു ജോലി ഇല്ലാതെ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഒരിക്കലും ഞാൻ ദുബായിൽ ചെന്നിട്ട് എനിക്കൊരു ജോലി തപ്പേണ്ടി വരും എന്നൊരു സിറ്റുവേഷനൊന്നും ഞാൻ ചിന്തിച്ചിട്ടുമില്ല, അതിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ വിസ ഇനി എൻ്റെ കയ്യിലില്ല. എന്തെങ്കിലും ഇപ്പം എനിക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ദുബായിൽ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതുപോലെ DH എക്സാം ക്ലിയർ ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ 1.5 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അപ്പം ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി ഇനി അവിടെ ചെന്നിട്ട് കണ്ടുപിടിക്കണം. ഇതൊക്കെ പെട്ടെന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ. വിവാഹത്തിന് ശേഷം എൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഡിസംബറിൽ ഞാൻ പെട്ടെന്ന് തന്നെ ദുബായിലേക്ക് പോകുന്നു. എനിക്ക് 2 ആഴ്ച കൊണ്ട് എനിക്ക് അവിടെ ഒരു ജോലി കിട്ടി. പക്ഷേ